പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഖണ്ഡ ആരാധനയുടെ 30ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ ദിവസത്തിന്റെ സന്ദേശം പറയുവാനായി ഞാൻ തിരുവചനം തുറന്നപ്പോൾ കിട്ടിയ വചനഭാഗം ജോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 5-ാം വാക്യം. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വചനം വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കേൾക്കുന്നു. വചനം, ദൈവം പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ്. എന്നാൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴോ ദൈവത്തെ നമ്മൾ കാണുകയാണ്. ജോബിന് കിട്ടിയ അതേ അനുഭവം ഇതാ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ കാണുകയാണ്. ഉത്ഥിതനായ ഈശോയെ കണ്ട് ആരാധിക്കാനുള്ള അവസരമാണ് ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയുന്നത്. ഇത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ പറയുന്ന കാര്യമുണ്ട് ദിവ്യകാരുണ്യ ആരാധനയെ പറ്റി. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: നാം നടത്തുന്ന ഓരോ ആരാധനയും ഈശോയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും സ്വർഗത്തിൽ രേഖപ്പെടുത്തുകയും നിത്യതയോളം പ്രഘോഷിക്കപ്പെടുകയും ചെയ്യും. 3 കാര്യങ്ങളാണ്. ഒന്ന്, അത് ഈശോയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. ഈശോയുടെ അടുക്കലിരുന്ന് വചനം കേട്ട് ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഈശോയ്ക്ക് സന്തോഷമാണ്. കാരണം മർത്തായുടെയും മറിയത്തിന്റെയും വീട്ടിൽ ചെന്നപ്പോൾ മറിയം ഈശോയുടെ കാൽക്കലിരുന്ന് വചനം കേട്ടു, ഈശോയുടെ മുഖത്ത് നിന്ന് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈശോയുടെ അടുക്കലിരിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. മർത്ത പറഞ്ഞു, എന്നെ സഹായിക്കാൻ എൻ്റെ സഹോദരിയോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ഈശോ പറഞ്ഞു, അവൾ നല്ല ഭാഗം, മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. അത് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം അവിടെ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഇത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അതെടുത്ത് മാറ്റത്തില്ല. നമ്മളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അത് നിത്യതയോളം എത്തുന്ന കാര്യമാണ്. തിരുവചനം നിത്യതയോളം വായിക്കപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് മർത്തായും മറിയവും ചെയ്ത കാര്യമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയത്തെ പറ്റി പറയുന്നു, അത് അവിടെ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അത് നിത്യതയോളമുള്ള ഒരു അനുഗ്രഹമുള്ള പ്രവൃത്തിയാണ്. ഇവിടെ ഇന്നിപ്പോൾ 2 കുടുംബാംഗങ്ങൾ ധ്യാനിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ 24 മണിക്കൂർ ഇരിക്കുമ്പോൾ ഇത് 24 മണിക്കൂർ മാത്രമല്ല, നിത്യതയോളം എത്തുന്ന ഒരു ആരാധനയാണ്. നമ്മൾ ഓരോരുത്തരും ആരാധനയ്ക്ക് വേണ്ടിയാകുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കും. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 27 വർഷം സഭയെ നയിച്ച വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ കൂടുതൽ സമയം ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: കുടുംബങ്ങളുടെ ആത്മീയ ജീവിതം തിരുമണിക്കൂർ ആരാധനയിലൂടെ ശക്തിപ്പെടും. ഇത് ഞങ്ങൾ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവര്, ധ്യാനിക്കാൻ വരുന്നവര്, കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നവര്, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ മാറ്റം വരുന്നത് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റിട്ടയർ ചെയ്ത ഒരു ടീച്ചർ, അവര് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു. വരുമ്പോഴേ വൈദികരുടെ ആശീർവാദം മേടിച്ചിട്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. അതിനെപ്പറ്റി ആ സഹോദരി പറയുന്നത് എങ്ങനെയാണ്: ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് ആരാധിക്കുന്നതുകൊണ്ട് വീട്ടിലെ പല പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കുന്നുണ്ട്.
ഭർത്താവിന് ചില രോഗപീഠകളൊക്കെ ഉണ്ട്, സ്വഭാവ വൈകല്യമൊക്കെ ഉണ്ട്. എങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ സഹോദരിക്ക് സാധിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ത്യാഗമെടുത്ത് ഇവിടെ എത്താറുണ്ട്. അതുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. കുടുംബങ്ങളുടെ ആത്മീയ ജീവിതം തിരുമണിക്കൂർ ആരാധനയുടെ ശക്തിപ്പെടും. നമുക്ക് ദിവികാരണനാഥന്റെ മുമ്പിൽ സമയം ചെലവഴിക്കാനായിട്ട് സമയം കണ്ടെത്താം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താണവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണവണങ്ങിടാം, ആശ്രയിച്ചിടാം